ആപ്കെ അദാലത്തിൽ സ്വാതി ഋതംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇവർ സനാതനം എന്ന പേരിൽ ജനങ്ങളെ പിരിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഈ കുറ്റം ഞാനല്ല പറഞ്ഞത്, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് സനാതനം എന്ന പേരിൽ ജാതികൾ ഉണ്ടാക്കി ജനങ്ങളെ പിരിക്കുന്നു, അവർക്കുള്ളിൽ വെറുപ്പുണ്ടാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്നേഹമെന്ന കട തുറന്നിരിക്കുകയാണെന്ന്. സനാതനം എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം രജത് സർ? മനുഷ്യനായി ജീവിക്കുന്നത്, മനുഷ്യ ഉണർവുകളോടെ ജീവിക്കുന്നത്. മൃഗങ്ങൾ, പക്ഷികൾ എന്നുവേണ്ട എല്ലാറ്റിനും ഓരോ സംസ്കാരമുണ്ട്. ഈ സമൂഹത്തിൽ ആരാണ് ധൈര്യത്തോടെയും ദൃഢതയോടെയും ഉള്ളത്? ശ്രീരാമനെ ആര് പൂജിക്കുന്നുവോ അവർ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോവുകയില്ല. അതേസമയം എതിരിൽ മൂന്നാമതായി ഒരു സ്ത്രീജനത്തെ കണ്ടാൽ അവളുടെ കുടിലിനുള്ളിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതം വഴി നടത്തുന്ന അവൾക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു നൽകും. ഇതാണ് സനാതനം. ഇതൊരിക്കലും നശിക്കില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? രജത് സർ ചിലപ്പോ അറിയുമായിരിക്കും. നാമദേവ് എന്ന പേരിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. റൊട്ടി ഉണ്ടാക്കി അദ്ദേഹം വിൽക്കുമായിരുന്നു. ഒരു ദിവസം ഒരു നായ അവിടത്തെ റൊട്ടി എടുത്തുകൊണ്ടുപോയി. അദ്ദേഹം ആ നായയെ അടിക്കാൻ വേണ്ടി വടിയെടുത്ത് പിന്നാലെ ഓടിയില്ല. നാമദേവ് ഉണ്ടാക്കിയ റൊട്ടി നായ കൊണ്ടുപോയി. അദ്ദേഹം പുറകെ തന്നെ ഒരു കിണ്ണവും എടുത്തുകൊണ്ട് ഓടി. വെറും റൊട്ടി കഴിക്കല്ലേ, നെയ് കൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞു. ഇതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. ഇതിനെയാണ് മനുഷ്യ സേവനം എന്ന് പറയുന്നത്. പിന്നെ രജത് സർ, ഞങ്ങൾ സനാതനികളാണ്. ഒരു കല്ലിന് കുങ്കുമം വെച്ചു കൊടുത്തു നോക്കൂ. ഞങ്ങൾ ആ കല്ലിനെ പോലും ദൈവമായി ആരാധിക്കും. ആ കല്ലും ദൈവമായി മാറും. ഞങ്ങൾ പാഷാണത്തിൽ ജീവൻ തന്നെ പ്രതിഷ്ഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് രാഷ്ട്രീയത്തിലെ വൃത്തികെട്ട പ്രവൃത്തിയാണ്. നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ഇത്തരം വാക്കുകൾ സത്യമായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വേർതിരിവ് കാണിക്കുന്നവളല്ല. ഈ ലോകത്തിൽ പല ജാതിയിലുള്ള ജനങ്ങളും പല സ്ഥലത്തും വെച്ച് അപമാനപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഭാരതം സംരക്ഷണം നൽകി. അവൻ അന്യദേശക്കാരനാകാം, ശത്രുവാകാം. ഞങ്ങൾ അവർ ആരിലും ഒരിക്കലും പക കണ്ടില്ല. ശത്രുക്കൾക്ക് പോലും സംരക്ഷണം നൽകുന്ന ഒരു ഗുണം സനാതനധർമ്മികളായ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ലൊരു രാഷ്ട്രീയ ധർമ്മമല്ല. മാത്രമല്ല ഇത് സത്യവുമല്ല. പലരും പറയാറുണ്ട്, അതായത് തമിഴ്നാടിന്റെ CM സ്റ്റാലിൻ പറയുന്നു, അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് താങ്കളും കേട്ട് കാണും. ഈ കൊതുവിനെയും ഡെങ്കുവിനെയൊക്കെ നമ്മൾ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സനാതനവും ഇല്ലാതാക്കണമെന്ന്. ഹേ രജത് സർ, ശ്രീലങ്കയിലുള്ളവനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്നതാണോ ഈ സനാതനം? കംസനെ കൊണ്ടുപോലും നശിപ്പിക്കാൻ പറ്റാത്ത സനാതനം ഈ പൊടിച്ചെറുക്കം വിചാരിച്ചാലാണോ നശിപ്പിക്കാൻ പറ്റുക? പക്ഷേ ഈ സനാതനധർമ്മത്തിൽ പല പല ജാതികളുള്ളത് സത്യം തന്നെയല്ലേ? അതുകൊണ്ട് സമാജത്തെ ജാതി വെച്ച് പിരിക്കുകയാണെന്ന്. എനിക്കിതൊക്കെ അറിയാം. നമ്മൾ തന്നെ ഉള്ളിൽ വേർതിരിവ് നടത്തിയാൽ, ഹിന്ദു എന്ന പേരിൽ വേർതിരിവ് നടത്തിയാൽ നമ്മുടെ നാടിനെ ഒറ്റക്കെട്ടായി നിന്ന് സേവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ദൃഢനിശ്ചയത്തോടെയുണ്ട്, നിശ്ചയദാർഢ്യത്തോടെയുണ്ട്, ഒരുമയോടെ നിൽക്കും, വേർതിരിവിനെ അകറ്റും. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കി നിൽക്കുന്നവരെ ഞങ്ങൾ മണ്ണോട് മണ്ണാക്കി കളഞ്ഞേക്കും. അയോധ്യയിൽ രാമന്റെ അമ്പലം കെട്ടിക്കഴിഞ്ഞല്ലോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് സന്യാസം തിരഞ്ഞെടുത്തത്? വീട് ഉപേക്ഷിച്ച് സന്യാസി ആവാനുള്ള കാരണം എന്താണ്? ഞാൻ കുട്ടിക്കാലത്ത് അടുത്ത വീടുകളിലൊക്കെ പല കാര്യങ്ങളും എന്റെ കണ്ണുകൊണ്ട് കണ്ടിരുന്നു. അപ്പോ സൗന്ദര്യമുള്ളവരായിരുന്നു, സന്തോഷത്തോടെ ജീവിക്കുക എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് എനിക്ക് തോന്നി പണമുള്ളവനാണ് സന്തോഷത്തോടെ ഇരിക്കുക എന്ന്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കി, ആരുടെ അടുത്ത് എല്ലാമുണ്ടോ അവന്റെ അടുത്തും ഇല്ലാതെ ചില കാര്യങ്ങളുണ്ടെന്ന്. ചില സമയം ഞാൻ കണ്ടു അമ്മമാർ തന്റെ മക്കളെ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാനൊരു സ്ത്രീയെ ശ്രദ്ധിച്ചു. അവളുടെ ഡെഡ് ബോഡി ട്രെയിനിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ വയറാണെങ്കിൽ വലുതായിരുന്നു, കാരണം അവൾ ഗർഭിണിയായിരുന്നു. ആ ശവം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇതുപോലെ ഒരു അനാഥ കുട്ടിയെ ചെറുപ്രായത്തിലുള്ളൊരു പെൺകുട്ടി പ്രസവിച്ചിരിക്കുന്നു. അവളെയാണെങ്കിൽ കുഴികുത്തി മൂടുകയും ചെയ്തു. പക്ഷെ നായകൾ അവളെ മണ്ണിൽ നിന്നും മാന്തി പുറത്തെടുത്തു. ഞാനാണെങ്കിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ ശരീരം അപ്പോഴാണ് ആദ്യമായി കാണുന്നത്. അതെന്റെ കുഞ്ഞു മനസ്സിനെ ബാധിച്ചു. പിന്നെ അന്ധന്മാർ ഞങ്ങളുടെ നാട്ടുംപ്രദേശത്തേക്ക് വരുമായിരുന്നു. അത് കണ്ട് ഞാൻ എന്റെ അമ്മയോട് ചോദിക്കുമായിരുന്നു, എന്താണ് ഈ അന്ധയായ പെൺകുട്ടിക്ക് രക്തം ഇങ്ങനെ ഒഴുകുന്നതെന്ന്. കാരണം എനിക്കപ്പ അറിയില്ലായിരുന്നു ഇതാണ് ആർത്തവം എന്നുള്ളത്. ആ സ്ത്രീ ശരീരത്തിൽ തുണി പോലും ഇല്ലായിരുന്നു. മാത്രമല്ല ആ രക്തമുണ്ടല്ലോ കാലിൽ കൂടെ ഒഴുകിയിരുന്നു. അമ്മയോട് ഞാൻ അവരുടെ ശരീരത്തിൽ മുറിവുണ്ടോ എന്ന് ചോദിച്ചു.
പിന്നീട് അവരെ ഓർത്ത് ഞാൻ വേദനിച്ചു. അവർ ഞങ്ങളുടെ പണം പിടിച്ചു പറിക്കുമോ എന്ന് പേടിച്ചു. അന്ന് കാലത്ത് ഈ സ്റ്റേഷനിലൊക്കെ അന്ധരായ ഭിക്ഷക്കാരുണ്ടാവുമായിരുന്നല്ലോ. അവിടെ പോയിട്ട് ഞാൻ അവർക്ക് പണമൊക്കെ എണ്ണിക്കൊടുക്കുമായിരുന്നു. അതായത് എന്റെ പിഞ്ചു മനസ്സിൽ ഈ വക കാര്യങ്ങളൊക്കെ പതിഞ്ഞു പോയിരുന്നു. അങ്ങനെയാണ് മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായത്. ആരാണ് സന്തോഷത്തോടെയുള്ളത്? പക്ഷെ എന്റെ ചോദ്യത്തിന് ആരെ കൊണ്ടും ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം ചോദ്യം ചോദിക്കുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു അന്നു ഞാൻ. അങ്ങനെയിരിക്കെ ഒരവസരം കിട്ടി. എനിക്കും കുറച്ച് വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരുന്നു. എനിക്കൊരു PT ടീച്ചർ ഉണ്ടായിരുന്നു. അവർക്കൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അത് മാസാമാസം പബ്ലിഷ് ആകും. അതെന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞാനത് വായിക്കാൻ ആരംഭിച്ചു. ആ ഇടയ്ക്കാണ് എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള എന്റെ ഒരു സഹോദരൻ മരിച്ചുപോയത്. അങ്ങനെ ആ രക്ഷാബന്ധൻ ദിവസം എന്റെ മനസ്സിലും പുതിയ ചിന്തകൾ ഉണർന്നു. ഞാൻ എല്ലാ ആൺകുട്ടികൾക്കും റാഖി കെട്ടിവിട്ടു. എന്റെ കയ്യിൽ 55 രൂപയുണ്ടായിരുന്നു. ആ പണവുമായി ഞാൻ വീട് വിട്ടു വെളിയിൽ വന്നു. നേരെ ഹരിദ്വാറിലേക്ക് പോയി. എന്റെ മനസ്സിലെ ഉത്തരം തേടിയാണ് ഞാൻ പോയത്. ആരാണ് സന്തോഷത്തോടെയുള്ളത്? പിന്നീടാണ് ഞാൻ എന്റെ ഗുരുദേവനെ കണ്ടുമുട്ടിയത്. അദ്ദേഹമാണ് പറഞ്ഞത്, സന്തോഷത്തിനു ശേഷം ദുഃഖം, ദുഃഖത്തിനു ശേഷം വീണ്ടും സന്തോഷമെന്ന്. അത് നീ അന്വേഷിക്കരുത്, നീ ദൈവത്തെ അന്വേഷിക്ക്. അപ്പൊ എനിക്ക് ഗുരുദേവനെ കിട്ടി, യുഗപുരുഷ പരമാനന്ദർ. ഏത് പെണ്ണിന്റെ മനസ്സാണോ ഇത്ര നിർമ്മലമായിരുന്നത്, ഏത് പെണ്ണിന്റെ മനസ്സിലാണോ ഇത്ര സ്നേഹമുണ്ടായിരുന്നത്, ആ പെൺകുട്ടി എങ്ങനെയാണ് രാമന്റെ അമ്പലം കെട്ടുവാൻ വേണ്ടി ഒരു ഭദ്രകളയായിട്ട് മാറിയത്? രജത് സാർ, നിങ്ങൾ ചന്ദനമെടുത്ത് ഒരുപാടങ്ങ് ഉരസിയാൽ ചിലപ്പോൾ അതിൽ നിന്നും അഗ്നി പറന്നേക്കും. എന്റെ നാടിനെ അത്രത്തോളം അപമാനപ്പെടുത്തിയിരിക്കുന്നു, ആക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ അടിമകളെപ്പോലെ ജീവിക്കാൻ അവർ പ്രേരിപ്പിച്ചിരുന്നു. എന്റെ ഗുരുദേവനാണ് എന്റെ ഹൃദയത്തിൽ ദേശഭക്തി നിറച്ചു തന്നത്. ധർമ്മം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. രജത് സർ, അദ്ദേഹം ഞങ്ങൾക്ക് സത്യസന്ധത, അച്ചടക്കം, സംസ്കാരം എന്നിവയൊക്കെ പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, ഋതംബരെ, നീ കാവ്യവസ്ത്രധാരിയാണ്. ഈ വസ്ത്രം നീ ധരിക്കുന്നതുകൊണ്ട് നീ ഒരു സന്യാസിനിയാണ്. ഈ നാടിനു വേണ്ടി നിന്റെ ശരീരവും മനസ്സും മാത്രമല്ല ജീവിതം തന്നെയും നീ അർപ്പിക്കണം. രജത് സർ, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഉപദേശമല്ല, വേദനകളാണ് കിട്ടിയത്. എന്റെ നാടിനെക്കുറിച്ചുള്ള വേദന ഒരു ഹിമാലയം പോലെ എന്റെ മനസ്സിൽ നിന്നു. അപ്പോഴാണ് ഈ ഹിമാലയത്തിൽ നിന്നും സമാധാനം എന്ന ഗംഗയൊഴുകണം. മാത്രമല്ല, എനിക്ക് വേണ്ടി വേറൊന്നും വേണ്ട, സുഖം ദുഃഖം ഒന്നും വേണ്ട. മരണത്തിന്റെ പടിവാതിൽക്കൽ വരെ ഞാൻ എത്തി. അതുകൊണ്ട് എനിക്ക് മരണഭയം പോലുമില്ല. മരണത്തെ നോക്കിയാണ് ഓരോരുത്തരും നീങ്ങുന്നത്. അത് മനസ്സിലാക്കി ഞാൻ നീങ്ങാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവരെയും ഒന്നു ചേർത്തുകൊണ്ട് നമ്മുടെ ഭാരത സംസ്കാരത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടായി. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ മുഴുവനായി ഇറങ്ങിത്തിരിച്ചത്. അമ്മയാണെങ്കിൽ പാരപക്ഷം നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാം, അതുപോലെ ശത്രുക്കൾക്ക് ഭദ്രകാളിയുമാവാം. എനിക്ക് ഓർമ്മയുണ്ട്, ആ കാലത്ത് ഞാൻ റിപ്പോർട്ടറായിരുന്നു. താങ്കളുടെ സ്പീച്ചെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം 22 സ്ഥലങ്ങളിൽ നിങ്ങൾ സംസാരിച്ചിരുന്നു. അതെ രജത് സർ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എന്താ ഇപ്പൊ പറയാ, ബോധവൽക്കരണം നടത്തണം. അയോധ്യയിലേക്ക് ഞാൻ എപ്പോഴാണോ പോയത് രജത് സർ, ഞാൻ എന്റെ ശരീരഭാഷ തന്നെ മാറ്റി. ഞാനിപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ ഏത് വേഷത്തിലാ അയോധ്യയിലേക്ക് പോയതെന്ന് കാണിച്ചേനെ. കാരണം അയോധ്യയിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാവരും ട്രെയിനിലിരിക്കുകയായിരുന്നു. എന്റെ ഗുരുദേവനും ഉണ്ടായിരുന്നു. ഞാനപ്പോ പ്രിന്റഡ് സ്യൂട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു, അമ്പലമൊന്നും കെട്ടാൻ പോകുന്നില്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയല്ലേ. പോലീസ് വന്ന് എന്നെ പിടിക്കാൻ പാടില്ല, അവർക്ക് എന്നിൽ സംശയം ഉളവാക്കാൻ പാടില്ല. അതിനുവേണ്ടി ഞാനും അമ്പലത്തെ എതിർത്ത് സംസാരിച്ചു. ഞാനും പറഞ്ഞു, ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ്, അമ്പലമൊന്നും കെട്ടാൻ പോകുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പുറകീന്ന് ഒരാൾ എണീറ്റ് നിന്നു. എന്നിട്ട് എന്റെ മുന്നിൽ വന്നു. ട്രെയിനിൽ നടന്ന സംഭവമാണേ. നീയൊക്കെ ഒരു ഹിന്ദുവാണോ, നിനക്കെന്താ സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, നിന്നെ ആരോ മയക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നീ നിന്റെ ജന്മഭൂമിയെയാണ് അപമാനിക്കുന്നത്. നിനക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരത്തെപ്പറ്റി അറിയണമെങ്കിൽ സാത്വി ഋതംബരയുടെ സ്പീച്ച് കേൾക്കെന്ന് പറഞ്ഞു. എന്നാലേ നിനക്ക് ബുദ്ധി വരൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സമയത്ത് എനിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായി കാണും. അതിനുശേഷം ഞാൻ ആ സ്റ്റേഷനിൽ നിന്നും സുരക്ഷിതമായി പുറത്തു വന്നു. പോലീസിന് എന്നെ മനസ്സിലായതേയില്ല. അവിടെ പോയ ശേഷം വേഷം മാറാമെന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ ബാഗിൽ അതിനുവേണ്ടി 2-3 ജോഡി ഡ്രസ്സ് കരുതിയിരുന്നു. പ്രിന്റഡ് സാരി ഉണ്ടായിരുന്നു, താന്ത്രികരുടെ കറുത്ത വസ്ത്രം ഉണ്ടായിരുന്നു, സൽവാർ സ്യൂട്ടും പിന്നെ പാന്റും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് ഞാൻ പുറത്തു പോവായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഇവിടെ എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചു. എനിക്കാണെങ്കിൽ നിറയെ മുടിയുണ്ടായിരുന്നു. ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഒരു മോഡേൺ പെണ്ണിനെ പോലെ മാറി.
എന്നിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു പോയി. പോലീസുകാര് വൈകുന്നേരം വരെ ഇവരുടെയൊക്കെ വീടുകളിൽ അന്വേഷിച്ചു. അതിനുള്ളൊരു സാക്ഷി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും എന്റെ ശരിക്കുള്ള വസ്ത്രം ധരിച്ചപ്പോ അവിടുന്ന് പുറത്തു കടന്ന ഉടനെ പോലീസ് എന്നെ വളഞ്ഞിട്ട് പറഞ്ഞു, നോക്ക് ഋതംബര, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാ. രജത് സാർ, ആ പോലീസിന്റെ ശരീരം കണ്ടാലേ ഭയങ്കര തടിയായിരുന്നു. ഞാൻ അകപ്പെട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ശ്രദ്ധയോടെ ഇരിക്കണമെന്നും കാൺപൂരിലാണെന്നും എനിക്കറിയാം. അവിടെ ഒരു പോസ്റ്റുകാലുണ്ടായിരുന്നു. അതിൽ പിടിച്ച് ഞാൻ എണീറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. എന്നെ കണ്ട ഉടനെ ആ മാർക്കറ്റ് ഒന്നടങ്കം അടച്ചുപൂട്ടി. എല്ലാവരും കടയുടെ ഷട്ടർ അടച്ചു. എന്നിട്ട് ജയ് ശ്രീറാം, ജയ് ശ്രീറാം എന്ന് പറയാൻ ആരംഭിച്ചു. ഞാനപ്പോ ഓടാൻ ആരംഭിച്ചു. എന്റെ പിന്നാലെ ആ പോലീസുകാരനും വന്നു. ഞാനൊരു ഇടവഴിയിൽ കൂടി അങ്ങനെ റോഡിലേക്ക് വന്നു. 1.5 മണിക്കൂർ രജത് സാർ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലച്ചു. അവസാനം വീണ്ടും എന്റെ അടുത്ത് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലേഡീസ് പോലീസിനെ വിളിക്കേ. ലേഡീസ് പോലീസ് വരാൻ എന്തായാലും സമയാകും. അങ്ങനെ ലേഡീസ് പോലീസും വന്നു. ഇതിൽ കേറെന്നും പറഞ്ഞൊരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പൊളിഞ്ഞ വണ്ടിയിലൊന്നും ഞാൻ കേറില്ല, എനിക്ക് അംബാസഡർ വേണമെന്ന്. അങ്ങനെ വെറുതെ വാഗ്വാദത്തിലേർപ്പെട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ അവരെ ഇട്ട് വലച്ചു ഞാൻ രജത് സർ. അവരെ ഞാൻ വെറുതെ വിട്ടില്ല, വെറുതെ ഒരു സന്തോഷത്തിന്. ശ്രീരാമന്റെ കളിയാണ്, അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശ്രീരാമന്റെ ലീലകൾ തടുക്കാൻ ആരുണ്ട് ഈ ലോകത്ത്? ജീവനുള്ളിടത്തോളം കാലം ശ്രീരാമ മന്ത്രം മുഴങ്ങും. മരണശേഷം എനിക്ക് സ്വർഗം കിട്ടും. എന്റെ തൊഴിലോ ശ്രീരാമ മന്ത്രം ജപിക്കുന്നത്. എന്റെ കടമയുടെ ഫലമാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം. പല കഷ്ടങ്ങൾ താങ്കൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമന്റെ അമ്പലം പണിയുന്നതിൽ താങ്കൾ കൂടുതൽ സന്തോഷവതിയാകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം താങ്കൾ സ്റ്റേജിൽ നിന്നും ചാടി ഓടി. പോലീസ് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതുണ്ടല്ലോ, നാഗ്പൂരിൽ നടന്ന സംഭവമാണ്. എന്റെ സ്പീച്ച് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ടൈഫോയിഡ് ആയിരുന്നു. 104 ഡിഗ്രി പനിയായിരുന്നു. എന്റെ സ്പീച്ച് കഴിഞ്ഞതോടുകൂടി എന്റെ പനിയും കുറഞ്ഞുപോയി. ആ സമയത്തൊരു വാളണ്ടിയർ എന്നോട് പറഞ്ഞു, ഋതംബരി, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റേജിന്റെ പിന്നിൽ നിന്നും ചാടിയിറങ്ങി. എന്റെ കൂടെ ഗുരു സഹോദരികളും ഉണ്ടായിരുന്നു. അവര് സാക്ഷി ചേതന. അവര് ലക്ഷ്മണനാണെങ്കിൽ ഞാൻ രാമനായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു ആശ്രമത്തിൽ പോയി ഒളിച്ചിരുന്നു. അവിടെ ഈ വിറകുകളുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ചാക്കളുടെ ഇടയിൽ പോയിരുന്നു. മാത്രമല്ല, അന്ന് തണുപ്പുകാലായിരുന്നു രജത് സർ. ഞാനും സാക്ഷി സഹോദരിയും അവിടെ ഒളിച്ചിരുന്നു. പിന്നെ അവിടുന്ന് രാവിലെ 3:30 മണിക്കാണ് പുറത്തു കടന്നത്. നേരെ നാഗ്പൂർ സ്റ്റേഷനിലേക്ക് പോകാതെ അതിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റേഷനിൽ പോയി. അവിടുന്നാണ് ഞങ്ങൾ ട്രെയിൻ പിടിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു എക്സ്പ്രസ് ട്രെയിൻ പിടിച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി. അപ്പൊ ഞാൻ വേഷമൊക്കെ മാറിയിരുന്നു. രജത് സർ, ഇങ്ങനെയൊരു നീണ്ട യാത്രയിൽ എങ്ങനെ വാഷ്റൂം പോവാതിരിക്കും? അതിനുവേണ്ടി കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ശബ്ദം കേട്ടു, സാത്വി മേഡം. അയ്യോ, എന്നെ മനസ്സിലായോന്ന് ഞാൻ പേടിച്ചുപോയി. ഞാൻ വീണ്ടും ആ ലേഡീസ് കുപ്പയിലേക്ക് തന്നെ ഓടിക്കേറി. എന്നാൽ ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാതിൽ തട്ടിക്കൊണ്ടേയിരുന്നു. നമ്മൾ ആരോ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് ഞാൻ സാക്ഷിയോട് പറഞ്ഞു. സാക്ഷി എന്താ ചെയ്തെന്ന് വെച്ചാൽ പതുക്കെ വാതിൽ തുറന്നു. എടാ കുടിയാ, നീ എന്തിനാ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന? നിനക്ക് നാണോ ഇല്ലേ? ഒച്ച വെച്ചിട്ട് വാതിൽ പെട്ടെന്നടച്ചു. രജത് സർ, എന്നെ തിരിച്ചറിഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, എവിടെ വെച്ചാ എന്നെ മീറ്റ് ചെയ്തെന്നറിയോ? ഡിസംബർ 6-ാം തീയതി ഒരു സ്റ്റേജിൽ വെച്ച് കണ്ടു. അദ്ദേഹം ആരാന്നറിയോ? അദ്ദേഹം ബഹുമാനപ്പെട്ട രാജേഷ് സിന്ധ്യയുടെ ഏതോ ഒരു സെക്രട്ടറിയാണെന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാത്വി മേഡം, നിങ്ങളന്ന് വേഷം മാറി സഞ്ചരിച്ചപ്പോ നിങ്ങളെ കണ്ടിരുന്നു ഞാൻ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റൂമിന്റെ വാതിൽ വന്ന് തട്ടിയത്. ഞാൻ പറഞ്ഞപ്പോ അതൊന്നും കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ സാത്വി മേഡം ഒച്ച വെച്ചത്? അപ്പൊ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തെന്ന്. പിന്നെ പറഞ്ഞു, സഹോദരി സാത്വി മേഡം. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവര് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന്, എന്നെ ഒരു കുടിയനാക്കി കളഞ്ഞെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സമയത്ത് അങ്ങനെ തോന്നിയതെന്ന്. അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു. മാത്രമല്ല രജത് സർ, ഇതുപോലുള്ള പല സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഞാനുണ്ടല്ലോ, ഒരു മുള്ളിനെ പോലും പൂവിനെ പോലെയാണ് കരുതിയിരുന്നത് രജത് സർ. ഞങ്ങളുടെ ഗുരുദേവൻ ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത്, അനീതി ജ്വാലയെപ്പോലെ നാട്ടിൽ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ നീ പ്രഹ്ലാദനായി മാറണം. രജത് സർ, ഒരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും വിദേശത്ത് പോവുകയാണെങ്കിൽ അവിടെയുള്ളവരെന്നെ ഒരു കള്ളനെ നോക്കുന്ന പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പറഞ്ഞു വരികയാണെങ്കിൽ ചില സമയങ്ങളിൽ 9-10 മണിക്കൂറുകൾ വരെ എയർപോർട്ടിലിരുന്ന് ഞാൻ ഈ വേദന അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ അനീതി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നീ പ്രഹ്ലാദനായി ജനിക്കണം. പറഞ്ഞു പരത്തുന്ന നുണകൾക്ക് എത്ര നാൾ ആയുസ്സുണ്ടാകും? സത്യമേ, ഈ നാട്ടിൽ നീ നിലയ്ക്കണം. സത്യത്തെ നിലനിർത്താനായി ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു.
അനീതി ഇപ്രകാരം നശിച്ചുകൊണ്ടുവരികയാണ്. അപമാനം അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും നോക്കാതെ ഞങ്ങൾ പോരാടും. അനീതി നശിപ്പിച്ച് ന്യായം നിലനിർത്തും. രാത്രിയെ പകലെന്നു പറയുന്നവർ ഈ ഭൂമിയിലുണ്ട്. നല്ലവർക്കവർ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയാണെങ്കിൽ പരമാനന്ദന്റെ അവതാരമാണ്. അനീതിയെ എതിർത്ത് നീ ന്യായത്തെ നിലനിർത്തിക്കൊണ്ടുവരും. അങ്ങനെ നീ രാമന്റെ അമ്പലം കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഇതിനോടകം ഞാൻ ഒരുപാട് വിഷങ്ങൾ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല. കാരണം ഗുരുദേവന്റെ അനുഗ്രഹം എനിക്കുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ബേൽ നഗരത്തിൽ വെച്ച് എന്റെ വണ്ടി തടഞ്ഞിരുന്നു. ആ വണ്ടി എടുത്തുകൊണ്ടുപോയി അപകടം നിറഞ്ഞൊരു സ്ഥലത്ത് നിർത്തി. പോലീസുകാർ സ്വയരക്ഷയ്ക്കു വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ആ വണ്ടി ചുറ്റി വളഞ്ഞ് ഒരുപാട് പേർ ആക്രമിച്ചു. എന്റെ ഈ ഭാഗത്തെ എല്ലുകളെല്ലാം ഒടിഞ്ഞിരുന്നു. ഈ കോളർ ബോണും ഒടിഞ്ഞിരുന്നു. എന്റെ ഗുരുസഹോദരന്മാർ അപ്പൊ കൂടെ ഉണ്ടായിരുന്നു. എന്നെ പിടിച്ച് കാർ സീറ്റിന്റെ അടിയിലേക്ക് കുനിച്ചിരുത്തി. അങ്ങനെയാ ഞാൻ രക്ഷപ്പെട്ടത്. കാറിന്റെ കണ്ണാടിയൊക്കെ അവർ തകർത്തെറിഞ്ഞു. കുപ്പിച്ചില്ലെന്റെ കണ്ണിൽ കുത്തിക്കേറി. അന്നത്തെ രാത്രി ഭീകരമായിരുന്നു. എന്താ പറയാ, ആ ഡ്രൈവർ അത്രയ്ക്ക് ബുദ്ധിശാലിയായിരുന്നു. കാറിന്റെ മുന്നിൽ കൊണ്ടുപോയി കല്ല് വെച്ചുകൊണ്ട് അത് തടഞ്ഞു നിർത്താൻ അവർ ശ്രമിച്ചു. ആ രാത്രി ഭീകരമായിരുന്നു രജത് സർ. ചുറ്റും കാട്. ഞങ്ങൾ എവിടേക്കാന്ന് വെച്ചാ രക്ഷപ്പെടുക? ആ പ്രദേശം മുഴുവൻ ആപത്ത് നിറഞ്ഞതായിരുന്നു. എല്ലാ ദിക്കിലും ആളുകൾ കൂട്ടത്തോടെ നിന്നിരുന്നു. എനിക്ക് ഫസ്റ്റ് എയ്ഡ് പോലും കിട്ടിയില്ല. രക്തം വാർന്നൊഴുകി. യാതൊരു സൗകര്യവുമില്ല. ഒരേ ഒരു കാര്യമാണ് എന്റെ കൈവശമുണ്ടായിരുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നറിയോ? ശ്രീരാമന്റെ അനുഗ്രഹം. അദ്ദേഹം തുണച്ചാൽ മതി. അദ്ദേഹം എന്റെ മനസ്സിലുള്ളിടത്തോളം കാലം എന്നെ ആർക്ക് എന്തു ചെയ്യാൻ പറ്റും? എന്നാൽ രജത് സർ, ആ മുറിവുകൾ എന്നെ യാതൊരു വിധത്തിലും ബാധിച്ചില്ല. ഞാൻ ബൃന്ദാവനത്തിലേക്ക് വന്നു. ഒരു സത്യസന്ധനായ മനുഷ്യൻ വന്നു പറഞ്ഞു, റിതംബര, നീ സംസാരിക്കുന്നത് നിർത്ത്. ഒപ്പം നിന്നെ ആരാണോ ആക്രമിച്ചത്, നിന്നെ മുറിവേൽപ്പിച്ചത് ആരാണോ, അവൻ ഒരു ദൈവദൂതനാണ്. നീ സംസാരിക്കുന്നത് നിർത്ത്. ഈ ഒരൊറ്റ കാര്യമാണ് എന്നെ വിഷമിപ്പിച്ചത്. നിങ്ങൾ നമ്മുടെ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ പാരമ്പര്യം നിലനിർത്താൻ, നമ്മുടെ നാടിനു വേണ്ടി നിങ്ങൾ സത്യം പറഞ്ഞാൽ, പറയുന്നതൊരു ഭാഗത്തിരിക്കട്ടെ, നിങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ശരീരത്തുണ്ടാവുന്ന മുറിവുകളൊന്നും അത്ര വലുതല്ല. ഇതുപോലുള്ള അല്പവിചാരത്തോടെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സ് വിഷമിക്കുന്നത്. ശരീരം ഒരു ദിവസം നശിക്കും. എന്റെ ഗുരുദേവൻ പറയാറുണ്ട്, റിതംബര, ഈ മായകളൊക്കെ ഒരു നാൾ നശിക്കും. എന്നാൽ രാമന്റെ സത്യം നിരന്തരമായതാണ്. അത് നിലനിർത്താനാണ് നീ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് രജത് സർ. രാമന്റെ അമ്പലത്തെപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ അമ്പലം നിർമ്മിച്ചതോടെ അവസാനിച്ചിട്ടില്ല. അവർ നമ്മുടെ സിദ്ധാന്തങ്ങളെപ്പോലും ആക്രമിച്ചിരുന്നു. നമ്മുടെ സംസ്കാരത്തെ മുറിവേൽപ്പിച്ചിരുന്നു. നമ്മുടെ പരമ്പരയിലെ 3 ജനറേഷനെ നിങ്ങൾ നോക്കിക്കേ. മൂന്ന് ജനറേഷനും പരാജിതരായിരുന്നു. എന്തൊരു വിധിയാണല്ലേ സർ? എന്നിട്ടും അവര് സന്തോഷവാന്മാരായിരുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ആത്മാഭിമാനമാണ് അവർ നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ നമ്മൾ വെറുതെ ഇരുന്നില്ല. നമ്മുടെ ആത്മാഭിമാനം അന്നു മുതൽക്കു തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അവരൊക്കെ സ്വാർത്ഥരായിരുന്നു. അവർ നമുക്ക് തരുന്ന വേദനകൾ കാലാകാലമായി നമ്മൾ അനുഭവിച്ചു വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. വീരന്മാരുടെ പാട്ട് നമ്മൾ പാടിയേ തീരൂ. അവരുടെ പുകഴ് പരത്തിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസം എന്നത് 24 മണിക്കൂറിൽ കൂടുതലുണ്ടെങ്കിൽ അതും എനിക്ക് ഉപയോഗപ്രദമായേനെ. എന്റെ മനസ്സിൽ അത്രത്തോളമായിരുന്നു വിചാരങ്ങൾ. ഈ ഭാരതം ഒന്നടങ്കം നമുക്ക് കൊണ്ടുവരണം. രജത് സർ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ശ്രീരാമന്റെ അനുഗ്രഹമില്ലാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീരാമന്റെ അനുഗ്രഹമില്ലാതെ ഭാരത പാരമ്പര്യവുമില്ല. ജീവിതത്തിൽ ഇത്രയും പോരാട്ടങ്ങളുണ്ടായിരുന്നു, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് താങ്കൾ ഭയന്നതില്ലേ? ശരീരം നടുങ്ങിയിട്ടില്ലേ? ഓ, ഇവിടെ വന്ന് കുടുങ്ങിയല്ലോ, ഇതെല്ലാം വിട്ടേക്കാമെന്ന്? ഇല്ല രജത് സർ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നദിയെ മല തടുക്കാൻ ശ്രമിച്ചാലും ആ നദി ഒഴുക്ക് നിർത്തില്ല. ഇനിയും വേഗതയോടെ അത് ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെയൊക്കെ തടസ്സങ്ങൾ വന്നാലും ഒരു അഗ്നിപർവ്വതത്തെ പോലെ അതെല്ലാം നശിപ്പിച്ച് ഞാൻ മുന്നേറിക്കൊണ്ടിരുന്നു. അഗ്നിപർവ്വതമായി നിന്നു. എല്ലാ കാര്യങ്ങളും വാശിയോടെ നേരിട്ടു രജത് സർ. ഒരുപാട് കഥകളുണ്ട്. ചിലതൊന്നും പറയാൻ പോലും പറ്റില്ല. ഉദാഹരണമായി, UP-യിൽ എനിക്ക് വിലക്ക് കൽപ്പിച്ചിരുന്നു. എന്നിട്ടും ജനങ്ങൾ എന്നെ കാത്തിരുന്നു, റിതംബര വരുമെന്ന് പറഞ്ഞ്. ഞാനും പോയേ തീരുമെന്ന തീരുമാനത്തിലായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ശരി, സ്റ്റേജിൽ കേറിയേ തീരൂ. അല്പം മുമ്പ് പേടിയെപ്പറ്റി ചോദിച്ചില്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ജീവനിൽ കൊതിയില്ലാത്ത ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
സൗഹൃദം എന്ന ബന്ധം ഈ ലോകത്തിൽ ഉണ്ടായാൽ അവരോടുള്ള തർക്കം ഉണ്ടായേ തീരൂ. മരണമെന്നത് ആടകൾ അഴിച്ചുവെച്ച് വിശ്രമിക്കാനുള്ള സമയമാണ്. എന്നാൽ ജീവിതമോ വിശാലമായതാണ്. അത് വെറുമൊരു ഉത്സവമല്ല. ജീവിതം എന്നതൊരു വലിയ കലയാണ്, വ്യാജമായ ഒരു കാര്യമല്ല. മരണത്തെ കണ്ട് പേടിക്കുന്നവന് ഈ ലോകത്തിൽ വാഴാൻ അധികാരമില്ല. താങ്കൾ ഇന്ന് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. അതായത് ജനങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യവും ആദ്യമായി ഒന്ന് വ്യക്തമാക്കണം. ഒരു വീഡിയോ വൈറലായിട്ട് പോവുകയാണ്. ആ വീഡിയോയിൽ താങ്കൾ പറയുന്നത് എല്ലാം ഇടിഞ്ഞു വീഴും. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? അത് നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നാണോ? ഇല്ല, ഒരു പ്ലാനും ഇട്ടിട്ടില്ല. ചിന്തകൾ നേരുള്ളതാണെങ്കിൽ ഫലവും നല്ലതായിരിക്കും. ഇതുണ്ടല്ലോ നിത്യസത്യമായ ഒരു കാര്യമാണ് രജത് സർ. ഉദാഹരണത്തിന്, ഒരാളുടെ അച്ഛനെ നിങ്ങൾ കൊല ചെയ്തിട്ട് ആ ശവശരീരം കെട്ടിവലിച്ചു കൊണ്ടുപോയി ചെരുപ്പ് കൊണ്ടടിച്ചാൽ അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാവില്ലേ? അതിനെ സംബന്ധിച്ച് വിചാരണ എന്ന പേരിൽ അന്നത്തെ UP ഗവൺമെന്റ് എന്റെ ഒന്നുമറിയാത്ത സേവകന്മാരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. സരയൂ നദി തന്നെ ഞങ്ങളുടെ രക്തത്തിലോടിയിരുന്നു. 2 സഹോദരന്മാർ, അതുപോലെ എത്ര പാവപ്പെട്ട ജനങ്ങൾ ജീവനോടെ അവരെ മുഴുവനായും പച്ചയ്ക്ക് കൊളുത്തിക്കളഞ്ഞില്ലേ? സന്യാസികൾ നെഞ്ചിൽ വെടിയേറ്റു മരിച്ചില്ലേ? എല്ലാവരെയും കൊന്ന ശേഷം അവരുടെ ചാരം കൊണ്ട് ഒരു മലയുണ്ടാക്കാനല്ലേ ശ്രമിച്ചത്? അങ്ങനെ ചെയ്താൽ നമ്മുടെ നാട്ടിന് എന്ത് വിലയാ ഉണ്ടാവുക? എന്തിനാ ചെയ്തത്? ചില ആളുകളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി. എന്നാലും ഞങ്ങൾ ദൃഢനിശ്ചയത്തോടിരുന്നു. ശ്രീരാമൻ നമ്മളെ നേർവഴിക്ക് നയിക്കും. അദ്ദേഹത്തിൽ ഞങ്ങൾ മുഴുവനായും വിശ്വസിച്ചു. കുറ്റവാളിയെന്ന് കരുതിയവരെ ശ്രീരാമൻ തീർച്ചയായും വിടുവിക്കുമെന്നറിയാം. മാത്രമല്ല, നിങ്ങൾക്കും അറിയാമല്ലോ രജത് സർ, എത്ര തന്നെ അന്യായങ്ങളും അക്രമങ്ങളും കാണിച്ചാലും നിങ്ങൾ ചെയ്യുന്നത് പുണ്യകാര്യങ്ങളല്ല, വെറും ദുഷ്പ്രവൃത്തികളാണ്. ഇത്രയും പാപങ്ങൾ ചെയ്ത നിങ്ങളെല്ലാവരും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നുണ കൊണ്ടുള്ള മതിൽ നിലനിൽക്കുകയില്ല. സത്യം മാത്രമേ എന്നും നിലനിൽക്കൂ. കണ്ടില്ലേ മനോഹരമായ അമ്പലം കെട്ടിയത്? 22-ാം തീയതി പ്രതിഷ്ഠയും നടന്നു കഴിഞ്ഞില്ലേ?